കൊല്ലം ചിതറ പുതുശ്ശേരിയിൽ 9ാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കുട്ടിയുടേത് തൂങ്ങി മരണമാണെന്നും മരണത്തിൽ മറ്റസ്വാഭാവികതകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടി ഉപയോഗിച്ചിരുന്ന ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? അതായത് ഈ 9ാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നാണ് നിലവിൽ ഹോസ്പിറ്റൽ അധികൃതർ പോലീസ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ ഇത് തൂങ്ങിമരണം തന്നെയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കുട്ടി ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുണ്ടെന്നാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം കൊല്ലം റൂറൽ പോലീസ് മേധാവിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന യുവാവിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. ഒപ്പം ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറാകണമെന്നാണ് നിലവിൽ കുടുംബത്തിൻ്റെ ആവശ്യം. ഈ തീരുമാനം ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം നിലവിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ഈ വീട്ടിലെത്തി കുട്ടിയുടെ മാതാവിൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. കുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ഫോൺ ഉടൻ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഈ പരിശോധനയിലൂടെ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഈ യുവാവും മറ്റുമായും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നോ, കോൺടാക്ട് ഉണ്ടായിരുന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് ഈ മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളില്ല. ഈ യുവാവിൻ്റെ പങ്കിനെക്കുറിച്ചും മറ്റും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുള്ളൂ എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഈ പരാമർശിക്കുന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഒരു നിലപാട്. പക്ഷേ കുടുംബം ഈ ദുരൂഹത എന്ന ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. വേണം. AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.